യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടർത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാമം നിന്നാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺ കരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം നാരീ മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂടുവിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടയാം അവലത കളയാം പുതുനാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാമീ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാമം നിന്നാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺ കരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെയും അനുഭവ ലോകത്തെയും കുറിച്ച് നന്നായി അറിയാവുന്നത്? ആ ലോകം ഏറ്റവും നന്നായി രേഖപ്പെടുത്താൻ നിങ്ങളെപ്പോലെ മറ്റാർക്ക് കഴിയും? എങ്കിലിതാ കുടുംബശ്രീ സ്ത്രീകൾക്കായി ഒരു സുവർണ അവസരം. ദേശീയ തലത്തിൽ വിഖ്യാതമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസും കുടുംബശ്രീയും സ്ത്രീകൾക്കായി ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡെവലപ്മെന്റ് പ്രാക്ടീസ് ആരംഭിക്കുന്നു. നിങ്ങൾ ഒരു ബിരുദധാരിയും കുടുംബശ്രീയിൽ ചുരുങ്ങിയത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടെങ്കിൽ ഈ കോഴ്സിന് അപേക്ഷിക്കാം. കൂടാതെ 5 വർഷം പ്രവർത്തന പരിചയമുള്ള കുടുംബശ്രീ സ്ത്രീകളുടെ പെൺമക്കൾക്കും ഇതിൽ അപേക്ഷിക്കാം. തികച്ചും സൗജന്യമായി നടത്തുന്ന കോഴ്സിന്റെ ഭാഗമായി മുംബൈയിലെ ടീസിൽ 1 മാസത്തെ സൗജന്യ താമസവും പരിശീലനവും. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇവർക്ക് കുടുംബശ്രീയുടെ ഡോക്യുമെന്റേഷൻ വിഭാഗത്തിൽ ജോലി സാധ്യത. അതുവഴി ഇവർ കേരളത്തിന്റെ വികസനത്തിന് തന്നെ മുതൽക്കൂട്ടാവും. അപേക്ഷാഭാരം കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 15. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിഖ്യാതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് മുംബൈയിലെ ടിസ്. ടിസുമായി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. ദയവായി ഈ അവസരം നിങ്ങൾ പാഴാക്കി കളയരുത്. കമ്മ്യൂണിറ്റി കോളേജിലൂടെ കുടുംബശ്രീയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നൂതനമായിട്ടുള്ള ഒരാശയം, പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ഇൻ ഡെവലപ്മെന്റ് പ്രാക്ടീസ്, ഇതിലൂടെ എങ്ങനെയാണ് വികസനത്തെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ കമ്മ്യൂണിറ്റി കോളേജിന്റെ ലക്ഷ്യം. വരൂ, ലോകം നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു. നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂടുവിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടയാം അവലത കളയാം പുതുനാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാമീ യജ്ഞം
നമസ്കാരം. അവളൊരു മരം കയറി പെണ്ണ. സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണിത്. സ്ത്രീകൾക്ക് ഇരിക്കാവുന്നതും കയറാവുന്നതും ചെലവഴിക്കാവുന്നതുമായ ഇടങ്ങളെ മുൻപ് ഇത്തരം ചില അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ കുടുംബശ്രീ സ്ത്രീകൾക്ക് തെങ്ങുകയറ്റ പരിശീലനം നൽകി. സ്ത്രീകൾ കൂട്ടത്തോടെ തെങ്ങിൽ കയറാൻ തുടങ്ങി. അവൾ തെങ്ങിൽ കയറി തേങ്ങയിട്ടപ്പോൾ തേങ്ങാക്കുലകൾക്കൊപ്പം ചിതറി വീണത് മരം കയറി പെണ്ണ് എന്ന അധിക്ഷേപ വാക്കുകൂടിയാണ്. അതെ, കുടുംബശ്രീ ഇല്ലാതാക്കിയത് സ്ത്രീകൾക്കെതിരെ ഊന്നി പറഞ്ഞ ഇത്തരം അധിക്ഷേപ വാക്കുകളെ കൂടിയാണ്. സ്വാഗതം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക്. തൃശൂർ ജില്ലയുടെ തെക്കേയറ്റത്തുള്ള കാർഷിക ഭൂമിയാണ് അന്നമനട. ചെറുതും വലുതുമായ 21 ജലസേചന പദ്ധതികൾ ഇവിടെയുണ്ട്. പഞ്ചായത്തിനെ 2ആയി വിഭാഗിച്ച് ചാലക്കുടി പുഴ കടന്നുപോകുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം തൃശൂർ ജില്ലയിലെ അന്നമനടയിൽ നിന്നും എത്തിയ കുടുംബശ്രീ പ്രവർത്തകരെ ദൂരദർശന്റെ വേദിയിലേക്ക്. അന്നമനട CDS മൊത്തം ADS 18, അയൽക്കൂട്ടം 240, BPL അംഗങ്ങൾ 2795, APL അംഗങ്ങൾ 1389, SC അംഗങ്ങൾ 790, ST അംഗങ്ങൾ ഇല്ല. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥികളെ പരിചയപ്പെട്ടല്ലോ. ഇനി അന്നമനടയുടെ വികസന സാരഥികളെ നമുക്ക് പരിചയപ്പെടാം. പാർവതി മണി, ജയന്തി കൺവീനർ. എന്റെ പേര് ടെസി ജോൺസൺ, ബാലസഭ കൺവീനർ. എന്റെ പേര് ശ്യാമള അയ്യപ്പൻ, മുൻ CDS ചെയർപേഴ്സൺ. എന്റെ പേര് ഷിനി സുധാകരൻ, ചെയർപേഴ്സൺ. TK സതീശൻ, പഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മുടെ വിദ്യാർത്ഥികളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, ഹൈദരാബാദിലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കോളേജ് ഓഫ് ഇന്ത്യയിലെ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീമതി വിജയ V, കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീ മധുപാൽ. ഓരോ നാടിനും പറയാൻ ഓരോരോ കഥകളുണ്ടാകും. അന്നമനടയുടെ കഥകൾ അറിയാം. ചർച്ചയിലേക്ക്. അന്നമനട കുടുംബശ്രീയെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? അന്നമനട ഒരു കാർഷിക ഗ്രാമമാണ്. ഒരു വാദ്യ കുലപതികളുടെ നാടും കൂടിയാണ് അന്നമനട. കുലപതികളുടെ നാടാണ് അന്നമനട. ഒരുപാട് കാർഷിക വൃത്തിയിലേർപ്പെടുന്ന സ്ത്രീകളായിരുന്നു ഞങ്ങളുടെ അന്നമനട ഗ്രാമത്തിലുണ്ടായിരുന്നതും ഇപ്പോഴും. 100% BPL കുടുംബങ്ങൾ ഞങ്ങൾക്ക് കുടുംബശ്രീ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന സ്പെഷ്യൽ അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളെ ആശ്രയ മുൻനിർത്തിക്കൊണ്ടും അതല്ലാതെയും ഞങ്ങൾ കാരുണ്യനിധി രൂപീകരിച്ചുകൊണ്ട് ഒരുപാട് ചികിത്സാ സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ CDSന് കഴിഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മ സംരംഭങ്ങളിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് വനിതകൾക്ക് സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിൽ വമ്പിച്ച ഒരു നേട്ടം തന്നെ, ഒരു ചരിത്രം തന്നെ ഞങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കുടുംബശ്രീ CDSനും കുടുംബശ്രീ അംഗങ്ങൾക്കും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഫീനിക്സ് അസംബ്ലിംഗ് യൂണിറ്റ് ആണ് ആദ്യത്തെ. എന്താ ഈ ഫീനിക്സ് അസംബ്ലിംഗ്? വാൽവുകൾ അസംബിൾ ചെയ്ത ഒരു ഗ്രൂപ്പാണത്. കമ്പനികൾക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഗ്രൂപ്പ്. അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഇവിടെ കാണിക്കാൻ പോകുന്ന സംരംഭം. അപ്പൊ അത് കണ്ടിട്ട് ഫീനിക്സ് പക്ഷി ഉയർത്തെഴുന്നേറ്റ് വരുന്ന പോലെ വരാം അല്ലേ? പോളിടെക്നിക് പോലെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് മാത്രം പ്രാപ്യമായുള്ള സാങ്കേതിക ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്. കാണാം ഫീനിക്സ് അസംബ്ലിംഗ് യൂണിറ്റ്.
തരത്തിലുള്ള വാൽവുകളും കൺട്രോളിംഗ് വാൽവുകളും അസംബിൾ ചെയ്ത് നൽകുന്ന ഒരു യൂണിറ്റ് അന്നമനടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 5 അംഗങ്ങൾ ഉള്ള ഈ യൂണിറ്റിന്റെ പേര് ഫിനിക്സ് അസംബ്ലിംഗ് യൂണിറ്റ് എന്നാണ്. ലാണ് ഒരു സ്വകാര്യ കമ്പനി ഈ ജോലിയുമായി ഇവരെ സമീപിക്കുന്നത്. കമ്പനി തന്നെ ഇവർക്ക് പരിശീലനം നൽകി. അസംബിൾ ചെയ്യാനുള്ള മെഷീനുകൾ എത്തിക്കുന്നതും അസംബിൾ ചെയ്തവ തിരികെ വാങ്ങുന്നതും ഈ സ്വകാര്യ കമ്പനി തന്നെയാണ്. 2002 ഞങ്ങൾ ആദ്യമായിട്ട് കുടുംബശ്രീ തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ കൃഷി അങ്ങനെയുള്ള സംരംഭങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ് ഞങ്ങൾക്ക് അത് വളരെ നഷ്ടമായി. കാരണം വെള്ളം കയറി കൃഷി നശിച്ചു. അതോടുകൂടി ഞങ്ങൾ പിന്നെ കൃഷിയിലേക്ക് ഉള്ള ഇത് വിട്ടു. പിന്നെ ഞങ്ങൾ പേപ്പറുകളൊക്കെ കളക്ട് ചെയ്ത് അത് വെള്ളൂരുള്ള പേപ്പർ മില്ലിൽ കൊണ്ടുപോയി കൊടുക്കൽ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ഞങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ പഞ്ചായത്തായിട്ട് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ ജോലി ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. 2 തരം വാൽവുകളാണ് ഫിനിക്സ് ഗ്രൂപ്പ് അസംബിൾ ചെയ്ത് നൽകുന്നത്. അതിനാൽ 2 ഗ്രൂപ്പായി തിരിഞ്ഞാണ് ഇവരുടെ പ്രവർത്തനം. കൺട്രോൾ വാൽവ് അസംബിൾ ചെയ്യുന്ന ഗ്രൂപ്പിലെ വനിതകളാണ് ഇവർ. പോളിടെക്നിക് ഡിപ്ലോമ പോലുള്ള സാങ്കേതിക കോഴ്സുകൾ പാസ്സായവർ മാത്രം ജോലി ചെയ്തു വരുന്ന ഇത്തരം തൊഴിൽ മേഖലയിൽ സാധാരണ വീട്ടമ്മമാരായ സ്ത്രീകൾ പ്രൊഫഷണലുകളെ വെല്ലും വിധം ജോലി ചെയ്യുന്നത് ഏറെ ശ്രദ്ധ നേടുകയുണ്ടായി. ഓർഡറുകൾ നല്ലപോലെ ലഭിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പിന് ചിലവ് കഴിഞ്ഞ് 10,000 രൂപ വരെ മാസവരുമാനം നേടാനായിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ വാടകയ്ക്കാണ് ഈ റൂം എടുത്തിട്ട് ഞങ്ങൾ ഈ വർക്ക് ചെയ്യണത്. ഈ ജോലി ഞങ്ങൾക്ക് തുടർന്നും ഇതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 സെന്റ് സ്ഥലം മേടിച്ച് ഞങ്ങൾ അതിലൊരു കെട്ടിടം പണിത് അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ജോലി ഞങ്ങൾ തുടർന്ന് പോകും. ട്രിപ്പ് വാൽവുകൾ അസംബിൾ ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ വർക്ക് ഓർഡർ തീരെ കുറവാണ്. എങ്കിലും ഇവർ ഇപ്പോഴും ഈ ജോലി ഉപേക്ഷിച്ചിട്ടില്ല. കുടുംബശ്രീയുടെ ലോഗോ പഞ്ച് ചെയ്താണ് ഇവർ അസംബിൾ ചെയ്ത വാൽവുകൾ കമ്പനിക്ക് മടക്കി നൽകുന്നത്. വാൽവ് അസംബ്ലിംഗ് പോലുള്ള മേഖലകളിൽ സാങ്കേതിക പരിജ്ഞാനവും തൊഴിൽ പരിശീലനവും നേടി പ്രൊഫഷണലുകളായി മാറിയ ഇവർ കൂടുതൽ വർക്ക് ഓർഡറുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ചെയർപേഴ്സൺ, ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഒന്ന് പറയും. 6ാം വാർഡിലാണ് ഈ സംരംഭം നടക്കുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ എന്റെ റിസ്കിൽ ആ വാർഡിലേക്ക് കൊണ്ടുപോയി. അവിടെ ഞങ്ങളുടെ അംഗങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുള്ള ഒരു വിശ്വാസത്തിൽ 6ാം വാർഡിൽ വാളൊരു സ്ഥലത്താണ് ഈ സംരംഭം തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട് ഇത്ര നല്ലൊരു പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ. 1 വർഷം അവർ അഗ്രിമെന്റ് പുതുക്കുകയാണ് ചെയ്യുന്നത്. ഉൽപ്പന്നം എന്താണ്? വാൽവിന്റെ കൺട്രോളാണ് ചെയ്യുന്നത്. കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പൊ ഈ കണ്ട അവസാനം നിങ്ങൾ അസംബിൾ ചെയ്തിട്ടുള്ളത്, അസംബിൾ ചെയ്ത് ഫുള്ളാക്കിയത് വരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയിലേക്ക് വിളിച്ച് ചോദിക്കും. ലോൺ എന്തെങ്കിലും എടുക്കേണ്ടി വന്നോ അതോ? ഇല്ല, ഇത് ലോണൊന്നും എടുത്തിട്ടില്ല. കാരണം കമ്പനി നമുക്ക് തരുന്നു, നമ്മളത് അസംബ്ലി തിരിച്ചാണ് കൊടുക്കാണ്. നമുക്കിപ്പോ ഒരു അസംബ്ലി ചെയ്യണതിന് EPP അസംബ്ലി ചെയ്യണതിന് 185 രൂപ. ഒരു പൊസിഷൻ സാധാ പൊസിഷൻ ചെയ്യണതിന് 96 രൂപ വെച്ചാണ് പീസ് റേറ്റിലാണ് പോയി ചെയ്യണേ. ഞങ്ങള് എഗ്രിമെന്റ് വെച്ചേക്കണ 100 എണ്ണമെങ്കിലും ഒരു മാസം ചെയ്ത് തീർക്കണമെന്നാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ കമ്പനിക്ക് ഓർഡർ അനുസരിച്ച് 100 150 EPP ഒക്കെ വരും. അപ്പോ ഇതിപ്പോ ഒരു മാസത്തിൽ എന്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും? 10,000 രൂപ ഞങ്ങൾക്ക് എന്തായാലും ഓരോരുത്തർക്കും കിട്ടും. ഈ വാടക കൊടുത്ത ശേഷം
അതിൽ പെടും. വാടക അല്ലാതെ വേറെ വല്ല ചെലവുകളുണ്ടോ? വേറെ കറണ്ട് ബില്ല് വരും. കറണ്ട് ബില്ല് വരും. എത്ര വരും? 3000-ന്റെ അടുത്ത് കറണ്ട് ബില്ലും വരും. അപ്പൊ വാടക എത്രയാ? വാടക 3000. 6000. പിന്നെ അവിടുത്തെ മറ്റു വല്ല പിന്നെ അതൊക്കെ നിങ്ങൾ ചെയ്യും? എല്ലാ കമ്പനി തന്നെയാണ് എല്ലാം നമുക്ക് എത്തിക്കുന്നത്. നല്ല കാര്യമാണ്. അവർക്കൊരു 10000 രൂപയോളം മാസം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇതിന്റെ വിപുലപ്പെടുത്താനുള്ള സാധ്യതകൾ ഈ കമ്പനിയുടെ ഓർഡറിനെ അനുസരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാറേ, അത് ഞങ്ങള് കമ്പനിയുമായിട്ടത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കൂടുതൽ ഓർഡർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് തന്നെ തരാം. കുടുംബശ്രീ തന്നെ ഏൽപ്പിക്കും. കാരണം അവർ വിശ്വാസപൂർവ്വം ചെയ്യുന്നുണ്ട്, നല്ല എക്സ്പെർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ കുറിച്ച് കൂടുതൽ താല്പര്യമുണ്ട്. അപ്പൊ കൂടുതൽ ഓർഡർ വരുന്നതനുസരിച്ച് നമുക്ക് തരാം എന്നവര് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നിങ്ങൾ കൊടുക്കും, നിങ്ങൾ അസംബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ അന്നമനയുടെ സീരീസിന്റെ ഈ ലോഗോ പതിപ്പിക്കാൻ അവർ പെർമിറ്റ് ചെയ്യുമോ? അതോ ഇത് അല്ല നിങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നു, അവിടെ ചെല്ലുന്നത് അവരത് പറിച്ചു കളയുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാമോ? കുടുംബശ്രീയുടെ ലോഗോ ചെല്ലുമ്പോൾ അതിന് എന്ത് തന്നെ കംപ്ലൈന്റ് ഒന്നും കുടുംബശ്രീക്ക് വരാത്. അപ്പൊ അത്രയും ഉത്തരവാദിത്വം നമുക്കാണ്. അത്രയും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കാരണം നിങ്ങളുടെ ഈ ജോലി ഇതുമാതിരിയുള്ള പുതിയ ജോലികളോടുള്ള എങ്ങനെയാണ് മനോഭാവം? ഒരു വ്യാവസായിക സംസ്കാരമാണ് ഇപ്പൊ നിങ്ങള് നേരിടുന്നത് അല്ലേ? വളരെ അഭിമാനമുണ്ട്. നല്ല അഭിമാനമുണ്ട്. പിന്നെ ക്ലീൻ ജോലിയാണ്. കുടുംബശ്രീക്കാർ ഇത്രയും വലിയൊരു തൊഴിൽ ചെയ്യാന്ന് പറയുന്നത് തന്നെ ലോകം കാണുമ്പോൾ പറയില്ലെന്നില്ലെങ്കിൽ ഇത്രയും വലിയൊരു സംരംഭം തുടർന്ന് പോവാന്ന് പറയുമ്പോ ഒരു വാൽവിന്റെ കൺട്രോളൊക്കെ അസംബ്ലി ചെയ്യുന്ന. ഇതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്? 2002 ഞാൻ 2003 കുടുംബശ്രീയിൽ വന്നത്. വന്ന് കൃഷിയിൽ ഏർപ്പെട്ടായിരുന്നു. കാരണം കൃഷി വിജയിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പേപ്പർ കളക്ട് ചെയ്തു മൊത്തം പഞ്ചായത്തിലെ. എന്നിട്ട് വെള്ളൂരുള്ള പേപ്പർ മില്ലിൽ കൊണ്ടു കൊടുത്തു. വലിയ ലാഭം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ പേപ്പർ കെട്ടഴിഞ്ഞ് പോയി വണ്ടിന്ന്. എന്നിട്ട് അതൊരു പ്രാവശ്യം ചെയ്തുള്ളൂ. അത് വിജയിച്ചില്ല. കാര്യമായിട്ട് ലാഭമില്ല എന്ന് കണ്ടപ്പോ പിന്നെ ആർക്കും താല്പര്യമില്ലാണ്ടായി. അതുകൊണ്ടാണ് അജിത ഇതിന് ഫിനിക്സ് എന്ന് പേരിട്ടത് അല്ലേ? കൃഷിയും പേപ്പറും പരാജയപ്പെട്ടതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് അല്ലേ? ഇനിയിപ്പോ അടുത്തുള്ളത് ചപ്പാത്തി നിർമ്മാണമാണ്. അപ്പോ വാൾവിൽ നിന്ന് ചപ്പാത്തിയിലേക്ക് അല്ലേ? ഇനി നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയ കഥ കേൾക്കാം. അന്നമനടയിലെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിന് പിന്നിൽ. കാണാം നമുക്ക് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിന്റെ ദൃശ്യങ്ങൾ. മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ടയും മറ്റും ഉദരരോഗങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ ഗോതമ്പ് ഭക്ഷണത്തോട് പ്രിയം കൂടിയ ഇക്കാലത്ത് ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കി വിൽപ്പന ചെയ്ത് വരുമാനം നേടുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് നാം ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അന്നമനടയിൽ 2 ചപ്പാത്തി നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഇതിൽ 2ാം വാർഡിലെ സ്വാദീസ് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് പേരും പെരുമയും കൈവരിച്ച യൂണിറ്റാണ്. റിനി, സുനിത, അനിത, ജിനി, രാജി എന്നീ സ്ത്രീകളാണ് സ്വാദീസ് യൂണിറ്റിന്റെ സാരഥികൾ. റിനിയുടെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പാചകപ്പുരയിലാണ് ചപ്പാത്തി നിർമ്മാണം നടക്കുന്നത്. 3 വർഷമായി സ്വാദീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട്
ആദ്യകാലത്ത് കൈകൊണ്ടായിരുന്നു ചപ്പാത്തി നിർമ്മാണം. ശേഷം വായ്പയെടുത്ത് മെഷീനുകൾ വാങ്ങി. ചപ്പാത്തി കൂടാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കി വിറ്റും ഇവർ വരുമാനം നേടുന്നു. കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ച് കിട്ടുന്ന സമയം കൊണ്ടാണ് ഞങ്ങൾ വന്ന് 10 മണിയാകുമ്പോഴാണ് ഞങ്ങൾ വന്നത് ചെയ്യുന്നത്. 2-3 മണിക്കൂറത്തെ പണി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർഡർ അനുസരിച്ചാണ്, കല്യാണങ്ങൾക്കൊക്കെ കൂടുതൽ ഓർഡർ അനുസരിച്ചാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സഹായം കിട്ടുന്നത് സഹകരണ സംഘത്തിൽ നിന്ന് 3 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. കടകളിൽ വിൽക്കുന്നത് കൂടാതെ വലിയ ചടങ്ങുകൾക്ക് ആവശ്യമായ അത്രയും ചപ്പാത്തികൾ നിർമ്മിച്ചു നൽകാനുള്ള ഓർഡറുകളും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. വിവാഹം, സ്വകാര്യ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് ചപ്പാത്തിക്കൊപ്പം പലഹാരങ്ങളും ഇവർ ഉണ്ടാക്കി നൽകുന്നു. പ്രദേശത്തെ 10 ഹോട്ടലുകൾക്കും 200 കടകൾക്കും ഇപ്പോഴിവർ സ്ഥിരമായി ചപ്പാത്തി ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. സ്വാദീസ് ചപ്പാത്തികൾ അന്നമനടയുടെ ഇൻസ്റ്റന്റ് ഫുഡാണ്. മായമില്ലാത്ത സ്വാദീസ് ചപ്പാത്തികൾ ഈ വനിതകളുടെ ജീവിതത്തെ രുചികരമാക്കുന്നു. നല്ല കാര്യം. ഇത് എങ്ങനെ ലോൺ എടുത്തിട്ടാണോ ഇത് തുടങ്ങിയത് ഈ യൂണിറ്റ്? ആദ്യം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അയൽക്കൂട്ടങ്ങളിൽ നിന്നുണ്ടായ ചർച്ചയിൽ നിന്നാണ് ഞങ്ങൾക്ക് സമ്പാദ്യം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സമ്പാദ്യം വേണമെന്ന് ഉള്ള ഒരു ചർച്ച വന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം വേണമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. അതിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ 5 അംഗങ്ങൾ കൂടിയിട്ടാണ് ഈ ചപ്പാത്തി ആദ്യം കൈകൊണ്ട് കുഴച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഓർഡറുകൾ ഇങ്ങനെ കൂടിയതിനനുസരിച്ച് ഞങ്ങൾ 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അതിൽ ചപ്പാത്തി ഫോം ചെയ്യുന്ന മെഷീന് 1.5 ലക്ഷം രൂപയായി, കുഴയ്ക്കുന്ന മെഷീന് 50,000 രൂപയായി. പിന്നെ ഞങ്ങൾക്ക് ഓർഡറുകൾ കൂടുന്നതിനനുസരിച്ച് അപ്പോൾ മെഷീനൊക്കെ ആയപ്പോൾ കൂടുതൽ എണ്ണം ഉണ്ടാക്കാൻ പറ്റി. പിന്നെ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഇപ്പോൾ കല്യാണ ഓർഡറുകളായാലും പുറത്ത് ചെറിയ ചെറിയ അത്യാവശ്യങ്ങൾക്കായാലും ഞങ്ങളെ സമീപിക്കും. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത പരിസരത്തുള്ള കടകളും പുറത്തുനിന്നുള്ള കടകളിൽ ഒരു 200ഓളം കടകളിൽ ഞങ്ങളിതിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ റിനി എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡിന് വണ്ടി ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ രണ്ട് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് വണ്ടിയുണ്ട്. അപ്പോൾ അവര് കടകളിൽ കൊണ്ട് കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി ഓർഡറുകൾ കൂടുതലനുസരിച്ച് ഇപ്പോൾ ഒരുവിധം രാത്രി ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുന്നവരായാലും രാത്രി ഭക്ഷണത്തിനായാലും ഇപ്പോൾ കൂടുതൽ സൗകര്യത്തിന് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ കുടുംബശ്രീ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതായതുകൊണ്ടും രാത്രി ഭക്ഷണത്തിന് അവർ ഉപയോഗിക്കും. അപ്പോൾ ഹോട്ടലിൽ മാത്രമല്ല വീടുകളിലും വാങ്ങിക്കുന്നുണ്ട്. വീടുകളിൽ നിന്നും വരാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ അത്യാവശ്യങ്ങൾ വരുമ്പോഴും ഞങ്ങളെ സമീപിക്കും, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നാണ്. കാരണം ഞങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര കണ്ട് വിജയിക്കുന്നോ അല്ലെങ്കിൽ ഇത് ഞങ്ങളിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ്. കാരണം ഞങ്ങള് വീട്ടിലെ പണി കഴിഞ്ഞു. കുറച്ച് കണക്കുകൾ പറയൂ. എത്ര ചപ്പാത്തി ഒരു മാസം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കും? എത്ര വരുമാനം കിട്ടും? ഇപ്പോ 40 കിലോ ആട്ട ഞങ്ങൾ ഒരു ദിവസം ഉപയോഗിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു 2000ഓളം ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ഇങ്ങനെ ആട്ട വാങ്ങിയിട്ടാണോ ഉണ്ടാക്കുന്നത്? ആട്ട ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഗോതമ്പ് വാങ്ങിച്ച് കഴുകി ഉണക്കിയാണ് ആദ്യം ചെയ്തിരുന്നത്. പക്ഷെ അതിനത്രയും മൃദുലത പോരാന്നുള്ളൊരു പരാതി വന്നതിനെ തുടർന്നാണ് ഞങ്ങളിപ്പോ ഈ പാക്കറ്റ് വാങ്ങിച്ചു തുടങ്ങിയത്. 1700 രൂപയോളം ഞങ്ങൾക്ക് ഒരു ചെലവുണ്ട്. അതനുസരിച്ച് 2800 രൂപയോളം നമുക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു 1000 രൂപയുടെ 1100 രൂപയുടെ വരവ് ഉണ്ടാവും. ഇത് ആഴ്ചയിൽ 6 ദിവസമേ ചെയ്യുള്ളൂ. 6 ദിവസം. ഞായറാഴ്ച ഒഴിവാണ്. അപ്പൊ ഒരു 6000 24,000 രൂപ മിച്ചം കിട്ടും. 5 പേർക്ക് കൂടെ 25 5000 രൂപയോളം കിട്ടുന്നുണ്ട് ഒരു മാസം കിട്ടും. കറണ്ട് ബില്ല് 200 രൂപയെ വരുന്നുള്ളൂ. കറണ്ട് ബില്ല്. ലോൺ തിരിച്ചടക്കണ്ടേ? ലോൺ തിരിച്ചടച്ച് ഒരുവിധം ഞങ്ങളുടെ തിരിച്ചടച്ച് കഴിഞ്ഞു. ഈ ഒരു പാക്കറ്റ് ചപ്പാത്തിക്ക് എന്ത് വിലയുണ്ട്? 4 രൂപ വെച്ച് ഒരു പാക്കറ്റിൽ 5 എണ്ണം ഉണ്ടാവും. 20 രൂപ വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. മാർക്കറ്റിൽ മറ്റ് കമ്പനികൾ വിൽക്കുന്നതായിട്ട് താരതമ്യപ്പെടുത്തുമ്പോ എങ്ങനെയുണ്ട് വില?
ഞങ്ങള് ഒരുവിധം മാർക്കറ്റ് റേറ്റ് കുറച്ചാണ്. വേറൊരു കമ്പനിയുടെ ഈ ഒരു പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ എന്ത് കൊടുക്കണം? 5 രൂപയാണ്. ഞങ്ങൾ 1 രൂപ കുറച്ചിട്ട് 20 രൂപ. 5 രൂപ കുറച്ച് അല്ലേ? നമ്മള് എണ്ണ, നെയ്യ്, ഡാൽഡ ഇങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അല്ലെ? ചേർക്കുന്നില്ല. വീഡിയോയിൽ അത് കുഴയിലാണ് അതിന്റെ. അത് കുഴയ്ക്കുമ്പോ ചേർക്കുമോ? ചേരും. ഇല്ല. അപ്പൊ ആകെ എണ്ണ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ വളരെ ഹെൽത്തിയാണ് അല്ലേ? സുക്ക ചപ്പാത്തി അല്ലേ? ഞങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത്രയും കണ്ട് വിജയിക്കുന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഉയരത്തിലെത്തി നിൽക്കണ പോലെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം ഞങ്ങളുടെ എല്ലാ പണികളും കഴിച്ചു വെച്ചിട്ട് ഏതാനും മണിക്കൂറുകളാണ് ഞങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നത്. സമയം എടുക്കും ഒരു ദിവസം ഷിനിയുടെ? ഞങ്ങളിപ്പോ കാലത്ത് ഒരു 10 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ 10:30 തുടങ്ങി ഒരു 12-1 മണിയോടുകൂടി ഞങ്ങളുടെ പണി കഴിയുകയാണ്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് കുഴയ്ക്കുമ്പോ ഒരുപാട് സമയം എടുക്കായിരുന്നു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനൊക്കെ വാങ്ങിച്ചപ്പോ പെട്ടെന്ന് കഴിയും പണി. അപ്പൊ നമുക്ക് വീട്ടിലെ പണിയും ഇതും ഒരു സംരംഭവും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റും. ഉച്ചവരെയുള്ളൂ പണി. ഈ ചപ്പാത്തി എന്നുള്ള ആശയം എങ്ങനെയാണ് വന്നത്? ചപ്പാത്തി അത് ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസ് കൂടി വരുന്നൊരു അവസ്ഥ ഇപ്പൊ ഉണ്ട്. അപ്പോ ചപ്പാത്തിയിലേക്ക് ഗോതമ്പ് ഭക്ഷണത്തിലേക്ക് ഒരുവിധം ആൾക്കാർ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. രാത്രി ഭക്ഷണം പ്രത്യേകിച്ച്. ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് എന്തായാലും ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി, അങ്ങനെ ആ ഒരു സ്ഥിതിയാണ് ഞങ്ങൾ മുൻകൂട്ടി കണ്ടത്. ഷൈനയുടെ വീട്ടിൽ എന്താണ് രാത്രി? ചപ്പാത്തിയാണോ, ചോറാണോ, കഞ്ഞിയാണോ? ഞങ്ങള് കഞ്ഞി അല്ലെങ്കിൽ അങ്ങനെ. ഞങ്ങൾക്ക് അങ്ങനെ ഷുഗർ ഒന്നുമില്ല. ഏകദേശം 135 സംരംഭങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ആരാണ് കൺവീനർ? 135 സംരംഭങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ അതിൽ വിജയകരമായിട്ട് 75 എണ്ണം ഇപ്പൊ തുടർന്നു കൊണ്ടുപോകുന്നു. ഈ സോപ്പും പൊടി സാധാരണ അങ്ങനെ കുറച്ച് വരുമാനം കാണുന്നത് കൊണ്ട് കൂടുതൽ വരുമാനം കിട്ടുന്നതിന് വേണ്ടി സൈഡായിട്ട് സോപ്പ് പൊടി, ലോഷൻ, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. പിന്നെ കൂടുതൽ വരുമാനം കിട്ടുന്നതിന് വേണ്ടി ആട് വളർത്തലുണ്ട്, ക്ഷീരസാഗരമുണ്ട്, പിന്നെ തയ്യൽ യൂണിറ്റുകളുണ്ട്, പോത്ത് യൂണിറ്റുകളുണ്ട്. പോത്തിന്റെ യൂണിറ്റിന് ഞങ്ങൾ 1 കോടിയുടെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് ലോൺ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ പോത്തിന്റെ യൂണിറ്റ്? പോത്തിനെ വളർത്തി ചെറിയ പോത്തിടാങ്ങളെ വാങ്ങിച്ച് വലിയതാക്കി ഞങ്ങളുടെ ബലി പെരുന്നാളിന്റെ സീസൺ ആകുമ്പോഴൊക്കെ പറഞ്ഞ വിലക്ക് അത് കൊടുത്ത് നല്ല വിലക്ക് ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ എത്ര കുടുംബങ്ങള്? 65 ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾക്ക്. ഗ്രൂപ്പായിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ 4 പേരുണ്ട്, 5 പേരുണ്ട്. ചില ഗ്രൂപ്പുകളിൽ 7 പേരുണ്ട്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഞങ്ങള് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ സ്വയം പര്യാപ്തയിലെത്തിച്ച് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഞങ്ങളുടെ മക്കളുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താവിന്റെയോ പോക്കറ്റിൽ നിന്നെടുക്കാതെ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു സാരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ സമ്പാദ്യം അടക്കുവാനോ അല്ലെങ്കിൽ ഒരു കല്യാണ ആവശ്യങ്ങൾക്ക് പോകാനോ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെയൊക്കെ മറ്റൊരാളുടെ അടുത്തുനിന്ന് കൈ നീട്ടാതെ ഞങ്ങൾക്ക് സ്വന്തമായി തന്നെ ചെയ്യാനിപ്പോ ഈ സംരംഭങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ട് ഞങ്ങൾക്ക്. റസിയ ഏത് സാഹചര്യത്തിലാണ് കുടുംബശ്രീയിൽ വന്നത്? ഞാൻ വളരെ ഒരു ദയനീയാവസ്ഥയിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ അത് കൂടുതൽ ഞങ്ങളുടെ സമുദായത്തിൽ സ്ത്രീകള് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എനിക്കെന്ന് പറയാനായിട്ട് ഞങ്ങളുടെ അടുത്തൊക്കെ കുടുംബശ്രീ കൂടിയപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഇതിൽ നിന്നൊന്ന് അകത്തു നിന്ന് പുറത്തേക്ക് വരണം എന്നുള്ളതും പിന്നെ എന്നെപ്പോലെ അടങ്ങിയിരിക്കുന്ന സ്ത്രീകളെ ഒരു വിഭാഗം സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ കുടുംബശ്രീയിൽ ചേർന്നു. കുടുംബശ്രീയിൽ നിന്ന് ഒരുപാട് സംസ്കാരങ്ങൾ പഠിച്ചു, സംസാരിക്കാൻ പഠിച്ചു. ഏത് വർഷമാണ്? 2003. അപ്പൊ 12 വർഷമായി. അതെ. അപ്പൊ വീട്ടിൽ ഇതിന് നല്ല സപ്പോർട്ടാണോ അതോ വിഷമം? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. എന്ത് ചെയ്യുന്നു അദ്ദേഹം? അദ്ദേഹം ഇപ്പൊ സുഖമില്ല. അപ്പൊ നിങ്ങളാണോ വീട്ടിന്റെ കാര്യങ്ങൾ നടത്തുന്നത്? മക്കളുണ്ട്. മക്കളുടെ സഹായത്തോടുകൂടി മക്കള് വലുതായി. അവരുടെ സപ്പോർട്ടുണ്ടോ ഈ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്ക്? ഈ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ? പനമ്പ്, കൊട്ട, പിന്നെ മുറം, തൊട്ടി, പൂത്തൊട്ടി, അതിനൊക്കെ നല്ല ഉമിക്കരി അല്ലേ? ഉമിക്കരി പേസ്റ്റ്. ഇപ്പൊ എന്ന് പറഞ്ഞ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ആൾക്കാരുടെ പല്ലിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് സ്വയം തന്നെ ഉമിക്കരി ഉണ്ടാക്കി, ഉപ്പ്, കുരുമുളക് പൊടി, പൊടിയുപ്പ്,
ഒക്കെ കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് അത് ഒരേ പൊതി 40 രൂപക്ക് വെച്ചും കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. തുച്ഛമായ പൈസയാകുമ്പോൾ. അതിന് പേരുണ്ടോ? ഉമിക്കിരി പ്രകൃതി പേസ്റ്റ്. പ്രകൃതി പേസ്റ്റ് 10 രൂപയാണ്. 10 രൂപ. ആവശ്യക്കാർ ധാരാളം ഉണ്ടോ? ധാരാളം ഉണ്ട്. വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ അന്നമനട പഞ്ചായത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പല്ലുകളൊക്കെ ഇത്ര ആകർഷകമായി എന്താന്ന് വെച്ചാ ഒരു വീട്ടില് ഒരാളെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹരിത ക്ലോത്ത് ആൻഡ് പേപ്പർ അല്ലെ, തുണിയും പേപ്പർ ഉൽപാദന യൂണിറ്റ്. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധിത പഞ്ചായത്താണ് അന്നമനട. ഈ ആശയം തന്നെയാണ് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് എന്ന പദ്ധതിക്ക് പിന്നിൽ. കാണാം നമുക്ക് ഹരിത പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റിന്റെ ദൃശ്യങ്ങൾ. അഞ്ചു വനിതകളെ സംഘടിപ്പിച്ച് 2014 ഏപ്രിലാണ് അന്നമനട CDS ഹരിത ക്ലോത്ത് ആൻഡ് പേപ്പർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിച്ചത്. പേപ്പർ ബാഗും ക്ലോത്ത് ബാഗുമാണ് ഇവരുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ. കുടുംബശ്രീയുടെ പരിശീലനം കൂടാതെ അംഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് വച്ച് വിദഗ്ധ പരിശീലനം നൽകുകയുണ്ടായി. പഞ്ചായത്തിന്റെ ധനസഹായം ഉപയോഗിച്ച് തയ്ക്കാനാവശ്യമായ മെഷീനുകളും പേപ്പർ ഹോൾഡ് മെഷീനുകളും വാങ്ങിച്ചു. ഒപ്പം 1 ലക്ഷം രൂപയുടെ വായ്പയും ഇവർക്ക് ലഭിച്ചു. കുടുംബശ്രീ ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു. 1 ലക്ഷം രൂപ ലോൺ അനുവദിച്ചു. അത് 2500 മാസം ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത് 1 വർഷമായിട്ട്. തുടക്കത്തിൽ മെറ്റീരിയലും മെഷീനും എല്ലാം എടുക്കാനായിട്ടാണ് ലോൺ അനുവദിച്ചത്. അത് സബ്സിഡിയോടുകൂടിയുള്ള ലോണാണ്. അതാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസം അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിർധന വിഭാഗത്തിൽപ്പെട്ട സരിതയ്ക്ക് ഈ ജോലി കൈവിട്ടുപോയ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള കച്ചിത്തുരുമ്പാണ്. ഒരു കുട്ടിയുമൊത്ത് പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞ ഇന്നലകൾക്ക് അറുതി വന്നു തുടങ്ങിയതിന്റെ സന്തോഷത്തിലാണ് സരിത. സരിതയും ബേബിയും അംബികയും രേഷ്മയും മേഴ്സിയുമെല്ലാം രാപ്പകൽ കഷ്ടപ്പെടാൻ തയ്യാറായി തന്നെയാണ് പദ്ധതിയിൽ അംഗമായത്. എല്ലാവരും അടങ്ങിയ ഗ്രൂപ്പായിട്ട് ഒന്നിച്ചാണ് ഓർഡർ പിടിക്കാൻ പോകുന്നതും ഗ്രൂപ്പായിട്ടാണ്, വർക്ക് ചെയ്യുന്നതും ഗ്രൂപ്പായിട്ട് തന്നെ ചെയ്യുന്നത്. ഇവിടെ തികയാത്തത്, ഞങ്ങൾ അടിച്ചു തീരാത്തത് വീട്ടിൽ കൊണ്ടുപോയി തയ്ച്ച് ഓർഡർ ഫില്ല് ചെയ്യുന്നു. പദ്ധതിയുടെ തുടക്കകാലമായതിനാൽ കഠിനാധ്വാനം ചെയ്താലേ വിജയം വരിക്കാനാവൂ എന്ന് അവർക്ക് ഉത്തമ ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കർമ്മനിരതരാണ്. അന്നമനട, മാള, ചാലക്കുടി, അഷ്ടമിച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്ക് ഓർഡർ ലഭിക്കാറുണ്ട്. എങ്കിലും കൂടുതൽ ഉയരത്തിലേക്ക് തങ്ങളുടെ യൂണിറ്റിനെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇവരിപ്പോൾ. പറയൂ, ഇതിന്റെ സാമ്പത്തികം പറയൂ. എങ്ങനെയാണ്, എത്ര ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ വരവ് എത്രയാണ്? ഇതിന്റെ സാമ്പത്തികം എന്ന് പറയുന്നത്, നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ ഒരു റോളായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റോൾ എടുക്കാൻ തന്നെ നമുക്കൊരു 5000-നടുത്ത് വരുന്നുണ്ട്. ആ മെറ്റീരിയലിന് നമുക്ക് പല ക്വാളിറ്റി ഉണ്ട്. 120, 190 അങ്ങനെ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഇപ്പൊ നമ്മള് ഒരു മാസത്തെ ചെലവ് എന്താണ്? ശരാശരി ഒരു മാസത്തെ ചെലവ് ഒരു 30,000 രൂപയുടെ അടുത്ത് വരും. വരവ് ഒരു 50-60ന്റെ അടുത്ത് വരവുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇത് ഈ സംരംഭം ഒന്നും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിന്റെ കൂടുതൽ മെഷീനറീസ് വാങ്ങിക്കാനും ഞങ്ങൾക്ക് ഇത് ഗ്രൂപ്പ് ഒന്നും കൂടെ വലുതാക്കണം. അതുപോലെ തന്നെ മെഷീനറി വെച്ചിട്ടുള്ള വേറെ കവറുകളുണ്ട്, ഈ ബനിയൻ ടൈപ്പ് കവറുകൾ. ബാങ്ക് ലോൺ ഉണ്ടോ? ബാങ്ക് ലോൺ ഉണ്ട്. ഞങ്ങൾ 1 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ. പിന്നെ അത് കൂടാതെ സബ്സിഡി വല്ലതും? സബ്സിഡി
കിട്ടിയോ? ലോൺ അടച്ചു കഴിഞ്ഞോ? അടച്ചു തീർന്നിട്ടില്ല, 1 വർഷം ആയതേ ഉള്ളൂ. അല്ല, സബ്സിഡി കിട്ടിയോ? തിരിച്ചു കൊടുക്കേണ്ടാത്ത പഞ്ചായത്തിന്റെ മിഷന്റെയോ വനിതാ ഘടകപദ്ധതിയിൽ നിന്ന് അവർക്ക് ട്രെയിനിങ്ങും കുറച്ച് മെഷീൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ CDS ആണ് അവർക്ക് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരി. ലോൺ കൊടുത്ത് CDS 1 ലക്ഷം. CDS 1 ലക്ഷം. ഇത് ഈ 1 ലക്ഷം CDSന്റെ ലോണാണ്. CDS മുഖേന ഈ ഗ്രൂപ്പിൽ ലോൺ എടുത്ത് കൊടുത്തിരിക്കണം. അല്ല, നിങ്ങളുടെ ഫണ്ടിൽ നിന്നാണോ അതോ ബാങ്കിൽ നിന്നാണോ? ബാങ്കിൽ നിന്നാണ് അടച്ചു കൊടുത്തത്. അത് ശരി. പഞ്ചായത്തിന്റെ വനിതാ ഘടകപദ്ധതിയാണ് ഇവർ തുടങ്ങിയത്. അതൊരു വലിയൊരു ലോൺ അല്ലല്ലോ, ഇത്രയും മെഷീനറി ഒക്കെ ഉണ്ടല്ലോ. അല്ല, മെഷീനറി പ്ലാൻ ഫണ്ടിൽ നിന്നാണ്, പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. വർക്ക് ചെയ്യുന്നത് നമ്മുടെ വനിതാ മിനി വ്യവസായ കേന്ദ്രമാണ്. വാടകയില്ലാണ്ട് പഞ്ചായത്ത് കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സ്വന്തം ബിൽഡിംഗ് ആണ്. അപ്പൊ സ്വന്തം ബിൽഡിംഗ് ഉണ്ട്. മെഷീനറി പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുത്തു. പിന്നെ ഇവർക്ക് 1 ലക്ഷം രൂപ കടം കൊടുത്തു ഇല്ലേ? മെറ്റീരിയൽസിനും കൂടുതൽ മെഷീൻ വാങ്ങാനുമാണ് 1 ലക്ഷം എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം ഈ 10 പേർക്ക് എന്ത് കിട്ടും ഓരോരുത്തർക്കും? ഒരു മാസം 24 ദിവസമൊക്കെ പണി ചെയ്യുകയാണെങ്കിൽ ഒരു 4000 രൂപയുടെ അടുത്തൊക്കെ വരും. നമ്മൾ പീസ് വർക്കായിട്ടാണ് ചെയ്യണത്. 24 ദിവസം വർക്ക് ഉണ്ടോ? ഞങ്ങൾക്കിപ്പോ സ്ഥിരമായിട്ട് വർക്ക് ഉണ്ട്. ഇപ്പോ ഈ അമ്പാടി ഫാഷൻ ജ്വല്ലറിയുടെ ഈ കവറൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ വർക്കിന് കുറവില്ല? ഇല്ല. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇതിപ്പോ പഞ്ചായത്ത് പ്ലാസ്റ്റിക് രഹിതമാക്കാനുള്ള ഒരു ശ്രമമുണ്ടെന്ന് പറയുന്നു. ശ്രമം മാത്രമേ ഉള്ളൂ? അല്ല സാർ, ഇപ്പോ പ്രധാനമായിട്ട് ഞങ്ങള് ഈ വ്യാപാരി വ്യവസായ സമിതികളുടെ ഈ കച്ചവടക്കാരെല്ലാം വിളിച്ച് ഒരു മീറ്റിംഗ് പഞ്ചായത്ത് തലത്തിൽ കൂടിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു പൊതുവെ തീരുമാനം എടുക്കുകയും പൊതുവെ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആവശ്യമായ ഈ കടക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരം മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് സംരംഭം ആരംഭിച്ചതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു ആദ്യഘട്ട നിലയിൽ നമ്മൾ ഈ മെഷീനറീസ് കൊടുത്തു. ഇനിയിപ്പോ ഈ കേന്ദ്രത്തിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ആവശ്യമായിട്ട് കെട്ടിടങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇനി കൂടുതൽ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുക്കണം. അതാണ് നമ്മുടെ എയിം. നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഒരു പിടിക്ക് 2 പക്ഷിയാണ്. ഇവർക്ക് തൊഴിലും കിട്ടും, മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഞങ്ങള് അനൗൺസ് ചെയ്തിരിക്കുന്നതാണ്. പഞ്ചായത്തിന് ആവശ്യമായ, കടക്കാർക്ക് ആവശ്യമായ ഈ പേപ്പർ ബാഗുകൾ പഞ്ചായത്ത് തന്നെ കുടുംബശ്രീ വഴി ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ അവരായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും അത് കൊടുക്കും, അടുത്ത സമയങ്ങളിൽ കൊടുക്കും എന്നാണ്. ഇത് ആ പ്രദേശത്തുള്ള കടകളിൽ മാത്രമാണ്? അതെ, ഞങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമാണ് ഇപ്പൊ കൊടുക്കുന്നത്. പുറമെ നിന്ന് ഓർഡർ കിട്ടുന്നുണ്ട്, അതനുസരിച്ച് അവർ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ മറ്റു ഓർഡറുകൾ കൂടി സ്വീകരിക്കണം. നിങ്ങളിവിടെ എഴുതി തന്ന ചില റിപ്പോർട്ടുകളിൽ വളരെ എനിക്ക് തോന്നിയത്, പ്രധാനപ്പെട്ടതായി തോന്നിയത്, ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോ ഹോസ്പിറ്റൽ, മൃഗാശുപത്രി എന്നീ സ്ഥാപനങ്ങളിൽ കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. ലാഭം മാർക്കറ്റ്, ത്രിവേണി സ്റ്റോർ എന്നിവിടങ്ങളിലും കുടുംബശ്രീ വനിതകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാസ് ഓഡിറ്റ് ടീം, അതിലേക്ക് കുടുംബശ്രീ വനിതകളെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. ജില്ലാ RP-മാരായും ബ്ലോക്ക് കോർഡിനേറ്റർമാരായും ബാങ്കുകളിലേക്കും കുടുംബശ്രീ വനിതകളെ സ്വയം തൊഴിലിനായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ കുറെ പേർക്ക് തൊഴിലവസരം, പ്ലേസ്മെന്റിലൂടെ ഞങ്ങൾ ഒരുപാട് പേർക്ക് തൊഴിൽ വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഒരു അവസരം കിട്ടുന്നത്? ഈ പ്ലേസ്മെന്റിന്റെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പോളിടെക്നിക്, ഗവൺമെന്റ് പോളിടെക്നിക്കിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീയായിട്ട് ചേർന്നിട്ട് 2 വർഷമായി തുടർച്ചയായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ മുകളിലൊരു ഹാൾ ഇതിനായിട്ട് വന്നിട്ട് കാണാം. അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്വല്ലറി മേക്കിംഗ്, ഫാഷൻ ഡിസൈനിങ്, ടൈലറിങ്, കാറ്ററിംഗ്, പിന്നെ സാരി പ്രിന്റിങ്, ബാഗ് നിർമ്മാണം, ഫ്ലവർ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, ഇങ്ങനെ ഈ തുടർച്ചയായിട്ടുള്ള പരിപാടിയാണോ അത്? നിങ്ങൾ ഞങ്ങൾ മീറ്റിംഗിൽ ചെന്നിരിക്കും. പോളിടെക്നിക്കിന്റെ മീറ്റിംഗിൽ തന്നെ വിളിക്കും. അപ്പൊ ഞാൻ അവിടെ ചെന്നിരിക്കും. അപ്പൊ നമ്മൾക്ക് ഇന്നതൊക്കെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അപ്പൊ അതനുസരിച്ച് വന്ന് ഞങ്ങൾ എല്ലാ കുടുംബശ്രീകളിലും അറിയിക്കും. മുൻഗണന കുടുംബശ്രീക്ക് ഞങ്ങൾ കൊടുക്കും. അത് വിട്ടിട്ട് ഞങ്ങൾ പുറത്താളെ എടുക്കും. കൊരട്ടി പോളിടെക്നിക്. ഗവൺമെന്റ്. അപ്പോ ഇതിനു വേണ്ട, അത് അവരുടെ സ്കീമാണോ അതോ ഇതിനു വേണ്ട? അവരുടെ സ്കീമാണ്. നമ്മള് എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കും. നമ്മുടെ ആൾക്കാർക്ക് ട്രെയിനിങ് വാങ്ങിച്ചെടുക്കും. അങ്ങനെ എത്ര പേർക്ക് പരിശീലനം നിങ്ങൾ? 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു 1000 പേർക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മെമ്പർമാർ? ഞങ്ങളുടെ കുടുംബശ്രീ മെമ്പർമാർക്ക്, അല്ലെങ്കിൽ അവിടുത്തെ കുടുംബത്തിലെ ആൾക്കാർക്ക്? കുടുംബശ്രീ നേടിയ ആൾക്കാർ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ബേക്കറിയിലേക്ക് അവര് റോള്, വെജിറ്റബിൾ റോളൊക്കെ വെച്ച് സ്ഥിരം വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ബ്യൂട്ടി പാർലർ തുടങ്ങിയവരുണ്ട്. ടൈലറിങ്, ഇപ്പൊ ഈ ആളൊക്കെ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആളാണ്. നല്ല ടൈലർ തയ്ക്കുന്ന. അല്ല, അത് കൂടാതെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് വേണ്ട ആൾക്കാരെയും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഡോക്ടർമാര് പറയുന്ന വെറ്ററിനറി ഡോക്ടറാണെങ്കിൽ പറയും ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാഫിനെ എടുക്കണം എന്ന് പറയും. അപ്പൊ ഞങ്ങള്
ഞങ്ങളുടെ കുടുംബശ്രീ അംഗങ്ങളെ താഴെത്തട്ടിൽ നിന്നാണ് ഞങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യാറ്. ഈ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം എത്ര തൊഴിലവസരങ്ങൾ ഈ ഒരു ലൈസോൺ വഴി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്? 25 പരം ആൾക്കാർക്ക് ഞങ്ങളിപ്പോ ഈ പ്ലേസ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരാണുള്ളത് ബാസ്കറ്റ്ബോളിന്റെ ആള്? ഈ ഒരു മത്സരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ടീം രൂപീകരിച്ചത്. അതിനുശേഷം ഞങ്ങൾ ഇടയ്ക്ക് ഒത്തുകൂടുകയും ചെയ്യാറുണ്ട്. എത്ര സമയം എവിടെ വെച്ച് കളിക്കും? ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്, പാലിശ്ശേരി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം കളിക്കുമോ? എല്ലാ ദിവസവും കളിക്കുമോ? പരിശീലനത്തിന്റെ സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് 2 മാസം. അത് മത്സരത്തിന് വേണ്ടി. മത്സരം അല്ലാത്ത സമയം നമ്മുടെ ആരും ഈ ചപ്പാത്തി കഴിക്കുന്ന പോലെയാണ്, നമ്മൾ എല്ലാ ദിവസവും നടക്കണം. അതിനുശേഷം എല്ലാ ദിവസവും ഞങ്ങൾക്ക് സാധിക്കാറില്ല, കാരണം സ്കൂളുള്ള ദിവസങ്ങളിൽ അവിടെ നമുക്ക് അനുവാദമില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കായിക പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് അന്നമനടയാണ്. അന്നമനടയിലെ ഫുട്ബോളിലും അത്ലറ്റിക്സിലും അതുപോലെ വോളിബോളിന് ഞങ്ങൾ പരിശീലനം കൊടുത്തുകൊണ്ടിരുന്നു. ഏകദേശം 200ഓളം കുട്ടികൾക്ക് ഞങ്ങൾ പരിശീലനം കൊടുത്തിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും ഇതിലോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ഫിഫയുടെ അംഗീകാരമുള്ള സെപ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പഞ്ചായത്തിൽ കോച്ചിങ് ക്യാമ്പ് കിട്ടുന്നത്. ഇപ്പൊ അണ്ടർ 18 കീഴിലെ ഏകദേശം 100 കുട്ടികൾ ഇപ്പോഴും ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ശനി ഞായറും ഇപ്പോഴും പരിശീലനം നേടുന്നുണ്ട്. ആ പരിശീലനം നേടിയ ക്യാമ്പിലെ ഒരു കുട്ടി ദേവസൂര്യ എന്ന് പറയുന്ന കുട്ടി, 8 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് ബാഴ്സലോണയുടെ ഇന്ത്യൻ ക്യാമ്പ് കോൺഷ്യന്റ് അക്കാദമിയായി സംയുക്തമായിട്ട് നടത്തുന്ന ആ ഫുട്ബോൾ ക്യാമ്പിൽ അവസരം കിട്ടി. സംഘകൃഷി 85 ഗ്രൂപ്പിലേക്ക് 500 ചില്ലാനും പേര് സ്വന്തം കൃഷി നടത്തുന്നുണ്ട്. സ്വന്തം വെച്ചിട്ടുണ്ടെങ്കിൽ 500 ചില്ലാനും പേർക്ക് കൃഷി ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 340 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ 200 ചില്ലാനും ഏക്കർ കൃഷിയും ബാക്കി വിവിധ ഇനം പച്ചക്കറികൾ, കൊള്ളി, വാഴ, പയറ്, ചീര, പാവലം, നെൽകൃഷിയുണ്ട്. നെൽകൃഷിയാണ് കൂടുതൽ. അല്ല, അതുകൊണ്ടുണ്ടാവുന്ന സാമ്പത്തികവും അല്ലാത്തതായിട്ടുള്ള മാറ്റങ്ങൾ വല്ലതും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൃഷിയിൽ നല്ല മാറ്റമുണ്ട്. എന്താണ് മാറ്റം? മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കുടുംബശ്രീക്കാർ തന്നെയാണ്. അതായത് മിഷനറി മാത്രമേ ചെയ്യുന്നുള്ളൂ. 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പണിയുണ്ട് 5 പേരും സ്ത്രീകൾ തന്നെയായിരിക്കും. വരമ്പ് കളയ്ക്കുന്നു കുടുംബാംഗങ്ങളും മിക്കതും പെണ്ണുങ്ങൾ തന്നെയാണ് കൂടുതൽ. ശ്യാമള അയ്യപ്പൻ ഇത് എത്ര കാലമായി കുടുംബശ്രീയില്? 15 വർഷമായി. പറയൂ, ഏത് സാഹചര്യത്തിൽ അതിൽ വന്നത്? അന്ന് ഇതൊന്നും അറിഞ്ഞിട്ട് വന്നതല്ല, ശരിക്കും ഒരു ഗ്രൂപ്പ് രൂപീകരിക്കുന്ന വന്നു, അവിടെ വന്നു, അപ്പൊ അത് രൂപീകരിച്ചു. പിന്നീടാണ് കുടുംബശ്രീ എന്നതാണെന്നും പിന്നെ പുറത്തേക്ക് വരേണ്ട വന്നു, മിനിസ് കൈകാര്യം ചെയ്യേണ്ട വന്നു, സ്വാഗതം പറയൽ പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്കും. വീട്ടിലത്തെ പശ്ചാത്തലം? ഭർത്താവ് നല്ല സപ്പോർട്ടായിരുന്നു. ബാലസഭയുടെ പ്രവർത്തനം? ബാലസഭയുടെ പ്രവർത്തനം വേറെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പലതരം ക്ലാസ്സുകൾ തരാറുണ്ട്. അതിലൊന്ന് ഡോൾ മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ടൂർ പോകാറുണ്ട്. അതോടുകൂടി ഞങ്ങൾക്ക് പ്രദേശങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടും അറിയാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ യോഗ, കരാട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു. ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? കരാട്ടെ ടീച്ചർ. കരാട്ടെ വേഷത്തിലാണോ? ബ്ലാക്ക് ബെൽറ്റ് നേടി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ CDSലെ ആന്റിമാര് എന്നോട് ആവശ്യപ്പെട്ടു കരാട്ടെ പഠിക്കാൻ. അപ്പൊ ഞാൻ സമ്മതിച്ചു പഠിപ്പിക്കാൻ സൗജന്യമായിട്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ട് അഞ്ജലിക്ക്? ഇപ്പൊ 40ഓളം സ്റ്റുഡൻസ് ഉണ്ട്. എത്ര? 40 കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ പ്രായത്തിലുള്ള കുട്ടികളാണ് അഞ്ജലിയുടെ സ്റ്റുഡൻസ്? 5 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള? 15 വയസ്സ് വരെയുള്ളത്. ചേച്ചിമാരെയൊന്നും പഠിപ്പിക്കാറില്ല, ആന്റിമാരെയൊന്നും. എന്താ കാണിക്കാൻ പോകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? മറ്റുള്ളവര് നമ്മളെ അടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ തടയേണ്ടത് അങ്ങനെ കാണിക്കുന്നു. പിന്നെ ഒരു കട്ട. പല ഭാഗത്തു നിന്നും നമ്മളെ ഫൈറ്റ് ചെയ്യണ ആൾക്കാർ. അപ്പോൾ അതിനെ നേരിടാനായിട്ടാണ് കട്ട ചെയ്യുന്നത്.
താങ്ക് യു. താങ്കൾ 12 കൊല്ലം കുടുംബശ്രീയിലാണ് ചെയർപേഴ്സണും അംഗവുമായിട്ട് പ്രവർത്തിച്ചു അല്ലേ? എന്ത് സാഹചര്യത്തിലാണ് എന്നുള്ളൊരു നാമകരണം അമ്മ? അതെ. അപ്പൊ അമ്മ അല്ല, അമ്മ കുടുംബശ്രീയിൽ വരാനുള്ള സാഹചര്യം കാരണം എന്റെ വീട് തൃശ്ശൂര് ആയിരുന്നു. എന്നെ കൊണ്ടുവന്നിരിക്കുന്നതാണ് മാമ്പ്രാന്റെ മനസ്സിൽ. തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും പുറത്തേക്ക് വിടാത്തൊരു കുടുംബം. ഞങ്ങളുടെ ഒരു ഇതാണ് 13 വയസ്സ് 15 വയസ്സൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് സിമ്പിൾ ആയിട്ട് പറയണോ? അതുകൊണ്ടാണ് പറയണം. അപ്പൊ അങ്ങനെ വന്നതാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാത്ത ഞാനാണ്. ഒരു സാഹചര്യത്തില് അംഗൻവാടി ഒരു മീറ്റിങ്ങിന് പോവുമായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അംഗൻവാടി കേന്ദ്രീകരിച്ചാണല്ലോ അന്ന് അയൽക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പറയുക, ഞാൻ എന്തായാലും ഇത് ഈ അയൽക്കൂട്ടത്തിൽ ഞാൻ പങ്കാളിയാവാന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം പാവപ്പെട്ടവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ലക്ഷ്യം. എവിടെ എന്തെങ്കിലും ഇപ്പം ഈ ജോലികളൊക്കെ പറഞ്ഞിരുന്നല്ലോ, എവിടെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ അപ്പം പോവും. അതിൻ്റെ വിശദാംശം ശരിക്കും മനസ്സിലാക്കും. ഞാൻ അന്നമല്ല പഞ്ചായത്തിൽ വന്ന് പറയും, CDSൽ പറയും, കുടുംബശ്രീയിൽ എൻ്റെ ഇതുകൾ കാര്യങ്ങൾ പറയും. അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാനനുസരിച്ച് ഇതൊരു ആരെ പറഞ്ഞോണം ഒരു ഇതിന് വേണ്ടി പറയുന്നതല്ല, ഉള്ളിൽ തട്ടിക്കൊണ്ട് പറയുന്നതാണ്. കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടായിരുന്നു. ഈ പറഞ്ഞോണം തന്നെ ഭർത്താവ് 2 കുട്ടികൾ. ഇനിയിപ്പോ ഷിനിയുടെ നേതൃത്വത്തിലാണ് വരാൻ പോകുന്നത് അല്ലേ? ഷിനി വന്നിട്ട് എത്ര വർഷമായി? ഞാൻ 2001 2003 ശരിക്ക് കുടുംബശ്രീയിൽ വരുന്നത്. ഇതുപോലെ തന്നെ പഞ്ചായത്തിൽ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഈ പറഞ്ഞ സുലോൺ ചേച്ചി തന്നെയാണ് കുടുംബശ്രീയിൽ ചേരണ കാര്യം പറഞ്ഞത്. കുടുംബശ്രീയിൽ ചേർന്നതിന് ശേഷം ADS മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോൾ ഇപ്പോൾ മുൻ ചെയർപേഴ്സണാണ് മൈക്ക് തന്ന് ഓരോ കാര്യങ്ങളൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ 2 ചെയർപേഴ്സൺമാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുടുംബശ്രീയിൽ നിൽക്കാനും വരാനും ഇപ്പോഴും പ്രവർത്തിക്കാനുമായിട്ട്. വീട്ടിലെ സാഹചര്യം? വീട്ടില് ഭർത്താവ്, അമ്മ, ഒരു മോള് 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചേക്കണം. അവരുടെ എന്താണ് സംഭാവന നിങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തനത്തില്? ഒന്നുമില്ല. വലിയ വിഷമാണ് പറയാനല്ലേ? വിഷമാണ്. അപ്പൊ അത്ര പ്രോത്സാഹനമൊന്നും കിട്ടിയില്ല? മോശമൊന്നല്ല, എന്നാലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളിൽ ഉള്ളിലും ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ്. 4 മണിക്ക് എണീറ്റിട്ട് ആളുടെ കാര്യമാണ്. 4 മണിക്ക് എണീറ്റിട്ട് പലഹാരം ഉണ്ടാക്കും. അത് കടകളിൽ കൊണ്ടുകൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ ആളും കുട്ടിയും കുടുംബമുണ്ട്. കാരണം ഫാമിലി ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ തളർത്താതെ ഈ കുട്ടി തളർത്താതെ കുട്ടീനെ തളർത്താതെ ഞങ്ങൾ അവിടെ തന്നെ ഈ ഒരു പണി തന്നെ ആൾക്ക് കൊടുത്ത് ഇവിടെ വരെ എത്തിച്ചു. തളരരുതെന്ന് പറഞ്ഞു. കാരണം 4 മണിക്ക് ഏറ്റിട്ട് കടകളിൽ പാലപ്പം അതുപോലെയുള്ള ഈ പലഹാരങ്ങളാണ്, നൂലപ്പം, അങ്ങനെയുള്ള പലഹാരങ്ങൾ കൊണ്ടുകൊടുക്കുക, കറി. അപ്പൊ അത് എന്നോട് വന്ന് പറയും, ചേച്ചി ഞാൻ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് 20 രൂപ ചെലവാക്കണ്ടെങ്കിൽ 10 രൂപ നമുക്ക് കിട്ടാൻ മതി, നീ ഇതുകൊണ്ട് നേടണം എന്ന് പറഞ്ഞു. അങ്ങനെ നേടി വന്നതാണ്. കുടുംബശ്രീയില്ലെങ്കിലും ഞാനില്ല. സ്ത്രീ ശാക്തീകരണത്തും പറയണതല്ല, ഞങ്ങൾ താഴ്ത്തട്ടിൽ നിന്നാണ് ഇപ്പൊ ഞങ്ങൾ ചിന്നിനെ പിടിച്ച് പറയണോണ്ടല്ല. ഭർത്താവ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു നോക്കുന്ന കാര്യത്തിനും, അങ്ങനെയായിരുന്നു. ഇപ്പൊ ആള് സ്ഥലം മേടിച്ച് സ്വന്തമായിട്ട് കെട്ടിടം വെക്കണം. അപ്പൊ ചോദിക്കാണ്, എനിക്ക് ചേച്ചി ഇത്തിരി ലീവ് വേണം, തറപ്പണിയൊക്കെ തുടങ്ങാൻ പോവാണ്. പറഞ്ഞു ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്, നല്ല ഗായികയാണ്. അതോടൊപ്പം യോഗ ക്ലാസ്. എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി എക്കണോമിക്സ് പഠിച്ചത്. ആ പഠിച്ചത് ഇപ്പോഴത്തെ പ്രവർത്തനത്തിൽ വല്ലതും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ SH. നമ്മുടെ സ്വന്തം സങ്കടങ്ങളൊക്കെ പറയാനും കേൾക്കാനുമുള്ള ഒരു വേദിയായിട്ട് ചിലപ്പോ കുടുംബശ്രീ വരാം. ഒരുപാട് കുടുംബശ്രീയൊക്കെ യോഗം കഴിഞ്ഞ് പോരുമ്പോ നമുക്കൊരു ശക്തി കിട്ടുന്ന പോലെയാണ് ശരിക്കും. ആശ്രയിൽ എത്ര ഉപഭോക്താക്കളുണ്ട്? ആദ്യത്തെ ആശ്രയ 150 ഉപഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ വീട്, കുടിവെള്ളം, ഭൂമി, ഭക്ഷണം, മരുന്ന്, മറ്റുള്ള എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറമേ നിന്ന് ഞങ്ങള് സഹായം മേടിച്ച് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ 2ാം ഘട്ട ആശ്രയ 73 കുടുംബങ്ങൾ അടിച്ചൊരുക്കിയിട്ടുണ്ട്. അടുത്ത വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് ആശ്രയം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും മുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരണം. ഞങ്ങളൊരു എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. ഒരു സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശീലന കേന്ദ്രം കേരളത്തിൽ ആദ്യമായിട്ടാണ്
അലക്സാണ്ടർ ജേക്കബ് IPS സാറാണ് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ചെയ്യുന്നൊരു പഞ്ചായത്താണ്. അത് ഞങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 വർഷക്കാലം തുടർച്ചയായിട്ടുള്ള പരിശീലനം, ഒരു IPS IAS തലങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കൾ ഗ്രാമത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെന്നൈ IITയിലേക്ക് എല്ലാ വർഷവും മിടുക്കരായിട്ട് ഇരിക്കുന്ന കുട്ടി എല്ലാ വിഷയങ്ങളും A+ കിട്ടിയ കുട്ടിയാണ് ഈ വർഷം പത്താം ക്ലാസ്. അതെ, അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും IIT ഒരുപാട് മഹാരഥന്മാർ പഠിച്ച സ്ഥാപനം നിലയിൽ എല്ലാ വർഷവും ആ ക്യാമ്പസ് ഞങ്ങൾ കാണിക്കാറുണ്ട്. കുട്ടികളെ കൊണ്ടുപോകും, എല്ലാ വർഷവും കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. ഈ അജഗ്രാമം ആടുഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ പുതിയൊരു വാക്ക് മിനിമം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ചപ്പാത്തി ഗ്രാമം. അതെ, പന്നമനട അധികം വൈകാതെ സമ്പൂർണ്ണ ചപ്പാത്തി ഗ്രാമമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. മാർക്കറിയാം, ചോദിച്ചു നോക്കാം. ഓക്കെ, ഒരുപാട് പറയാനുണ്ടെന്ന് തോന്നുന്നു. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം ചിട്ടയോടുകൂടി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഫോട്ടോ സഹിതം. അത് ഞങ്ങളെ വളരെയധികം സഹായിച്ചു ഈ കാര്യങ്ങൾ അറിയാനും. എന്നിട്ടും മുഴുവനും പറയാൻ പറ്റി എന്ന് തോന്നുന്നില്ല. ഒന്നാമതായിട്ട് അവർ സ്ത്രീ ശാക്തീകരണത്തിലെ സംരംഭത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുക മാത്രമല്ല, തൊഴിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി, പ്ലേസ്മെന്റ്, അത് വളരെ പ്രധാനമാണ്. കാരണം തൊഴിൽ സംരംഭത്തിന് ഒരു പരിമിതിയുണ്ട്. നമ്മളെല്ലാവർക്കും തൊഴിൽ സംരംഭമാരായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും ആൾക്കാർ വേണമല്ലോ, അല്ലേ? അപ്പോൾ തൊഴിൽ പ്ലേസ്മെന്റ് എന്നുള്ളത് നല്ലൊരു സംഗതിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്ക് ഇംപ്രസീവായിട്ട് തോന്നിയത് അതിന് വേണ്ട പരിശീലന പരിപാടികൾ അതിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. മിഷന്റെ ഭാഗത്തുനിന്ന് അതിന് വേണ്ട സംവിധാനമുണ്ട്, പക്ഷെ അത് എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ കഴിവ് വർദ്ധിക്കുന്നത്. അതിപ്പോൾ അവിടുത്തെ പോളിടെക്നിക്, കൊരട്ടി പോളിടെക്നിക്കുമായിട്ട്, ഗവൺമെന്റ് പോളിടെക്നിക്കുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ട്, അതിൽ നിന്ന് കിട്ടുന്ന പരിശീലനം, പിന്നെ ആ പരിശീലനം കിട്ടിയവർ തന്നെ മറ്റുള്ളവർക്ക്, ഇപ്പൊ ടെസ്സി ജോൺ ചെയ്യുന്ന ടൈലറിംഗ് പ്രവർത്തനം, അതൊരു നല്ലൊരു മാതൃകയാണെന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന പരിശീലനം മറ്റുള്ളവർക്കും കൂടി ഉപയോഗപ്രദമാവണം എന്നുള്ള, അപ്പോൾ അത് ഒന്നെന്നുള്ളത് വലിയ 1, 10, 100 അങ്ങനെയായിട്ടത് വികസിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സംഘകൃഷി, മറ്റ് സംരംഭങ്ങൾ, നേരത്തെ റസിയ പറഞ്ഞ പോത്തുകുട്ടികളെ വാങ്ങിച്ച്, കാരണം ഇതിലെല്ലാം ഒരുപാട് സാധ്യതകളുള്ള സംരംഭങ്ങളാണ്. പശു, ആട് എന്നിവ. പിന്നെ കായിക രംഗത്ത് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രത്യേക ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാൽവയ്പ്പുകൾ നടത്തിയിട്ടുണ്ട്. ബാലസഭ പ്രവർത്തനത്തിൽ കൂടിയിട്ടും അവരെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണിക്കാനും ഉയരങ്ങളിൽ ചിന്തിക്കാനും ആ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാനും വേണ്ടിയിട്ടുള്ള സെന്റർ ഓഫ് എക്സലൻസ് മുതലാളിയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബശ്രീയുമായിട്ട് ചേർന്ന് നടത്തുന്ന കാര്യങ്ങൾ. അന്നമനട ഇനിയും ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. 25-ൽ 20 മാർക്ക്. അന്നമനട പൊതുവിൽ എല്ലാവരെയും ഇങ്ങനെ എന്താ പറയുക വിസ്മയിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ എന്നുള്ള ഒരു സെൻട്രൽ ആയിട്ടുള്ള അതിന്റെ പിന്നിലാണ്, ആ ആശയത്തിലൂടെയാണ് നിങ്ങൾ മുന്നേറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഉമിക്കരി മുതൽ ചപ്പാത്തി വരെ പല കാര്യങ്ങളിലും എല്ലാവരും വളരെ കോൺഫിഡൻസ്, വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. ഞങ്ങളുടെ ഉമിക്കരി എല്ലാവരും ഉപയോഗിക്കും, ഞങ്ങളുടെ മുട്ട എല്ലാവരും കഴിക്കും, ഞങ്ങളുടെ ചപ്പാത്തി എല്ലാവരും കഴിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സ്വയം പര്യാപ്തത നേടാനുള്ള ശ്രമം, അതുപോലെ പുതിയ ഇനി വരാൻ പോകുന്ന യുവതലമുറയ്ക്ക് കൂടി മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അവർക്ക് കൂടി കഴിയാൻ നല്ല ഒരിടം സൃഷ്ടിക്കാനുള്ള ശ്രമം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കിടയിലുള്ള ഒരു ഉണർവ് ഈ കഴിഞ്ഞ ഇത്രയും വർഷം കാലത്തെ പ്രവർത്തനത്തിലൂടെ കുടുംബശ്രീ അവിടെ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകൾക്കിടയിൽ എല്ലാവരിലേക്കും എത്താൻ അവിടെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള എല്ലാ സ്ത്രീകളും ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനത്തെപ്പറ്റി ഏതാണ്ടൊരു നല്ല അറിവോടുകൂടിയാണ് പോകുന്നതെന്ന് തോന്നുന്നു.
പൊതുവിൽ നിങ്ങളുടെ കൂട്ടായ്മ, പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധത എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നെ ഏറെ ആകർഷിച്ചത്. ഞാൻ അന്നമനടയ്ക്ക് നൽകുന്നത് 25-ൽ 19 മാർക്ക്. 25-ൽ 19. ഇന്ദു മാം, ഈ കൃഷി, വ്യവസായം, കല, കായികം, വിദ്യാഭ്യാസം, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള വികസനത്തിൽ ശ്രദ്ധിക്കുന്നതോടൊപ്പം വികസനത്തിനൊരു മാനവിക മുഖം കൂടി നൽകുന്ന, ആശ്രയം ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്ന എന്ന് പറയുന്ന, പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്ന, നാളേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അന്നമനടയുടെ ഒരു ചിത്രം ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 25-ൽ 20 മാർക്ക്. 25-ൽ 20. വിജയ മാം, 15-ൽ എത്ര മാർക്ക്? 15-ൽ 12 മാർക്കാണ്. മധുപാൽ സർ, 10-ൽ? ഒരു വലിയ പ്രതീക്ഷ നിങ്ങൾ തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കണ്ട ചിത്രങ്ങളിലും എഴുതിയ വാക്കുകളിലും എനിക്ക് തോന്നിയിട്ടത്. എല്ലാവർക്കും നല്ല മനസ്സും നല്ല ജീവിതവും ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാവട്ടെ, പ്രകാശം പരത്തുന്ന ഒരു ഗ്രാമമായി മാറട്ടെ. അന്നമനടയ്ക്ക് 10-ൽ 9 മാർക്ക്. 10-ൽ 9 മാർക്ക്. സുസ്ഥിര വികസനത്തിന്റെ പുതിയ മുഖമാണ് അന്നമനട. അന്നമനടയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 80. ഈ ഷോയിൽ പങ്കെടുക്കാൻ അഞ്ജലി വന്നത് താൻ പഠിപ്പിക്കുന്ന കരാട്ടയുടെ വേഷമണിഞ്ഞാണ്. തായ്ക്കൊണ്ടു പഠിച്ചവർ, കളരി അറിയാവുന്നവർ, യോഗ പരിശീലകർ തുടങ്ങി എത്രയോ പേർ ഈ വേദിയിൽ വന്നുപോയി. അതെ, സംരംഭ പ്രവർത്തനങ്ങൾ മാത്രമല്ല, കരാട്ടയും കുംഫുവും തായ്ക്കൊണ്ടുവും തങ്ങൾക്ക് വഴങ്ങുമെന്ന് ഇവർ തെളിയിച്ചു കഴിഞ്ഞു. അന്നമനടയ്ക്ക് തൽക്കാലം വിടാം. മറ്റൊരു സീരിയസ് യൂണിറ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. പുതുമ നിറഞ്ഞൊരു ലോകം പണിയാൻ ഒരുമയിൽ ചേർന്നു വരുന്നവർ നാം. പുതുവെട്ടത്തെ പുൽകാനുണരും പറവകൾ നാം, പൊൻപറവകൾ നാം. പുതുമ നിറഞ്ഞൊരു ലോകം പണിയാൻ ഒരുമയിൽ ചേർന്നു വരുന്നവർ നാം. പുതുവെട്ടത്തെ പുൽകാനുണരും പറവകൾ നാം, പൊൻപറവകൾ നാം. നീലാകാശ കുടയ്ക്കു കീഴിൽ